ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് രോഗദുരിതങ്ങളും മഹാമാരികളും ഒക്കെ നമ്മളെ അലട്ടുമ്പോൾ ഭഗവാൻ ഭക്തരെ രക്ഷിക്കാൻ വരാറുണ്ടോ? അങ്ങനെയുള്ള അനുഭവം ഉണ്ട്, നമുക്ക് ഓരോ ഭക്തർക്കും ഉണ്ട്. അതിലൊരു കുറച്ച് അനുഭവമാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ഓരോ ഭക്തരുടെ ജീവിതത്തിലും ഭഗവാൻ എന്തൊക്കെ മിറാക്കിൾസ് ആണ് കാണിച്ചിട്ടുള്ളത്, അവരെന്തൊക്കെ തരത്തിലാണ് ഭഗവാൻ രക്ഷിച്ചത്, ഓരോ ഭക്തരും അറിയാം. എൻ്റെ ഓരോ കമൻസിലൊക്കെ ഞാൻ ഓരോരുത്തരുടെ കമൻസൊക്കെ ഞാൻ വായിച്ചു. അവരൊക്കെ ഭഗവാൻ ഒത്തിരി രോഗദുരിതങ്ങളിലൊക്കെ രക്ഷിച്ച ഒത്തിരി കമൻസൊക്കെ ഞാൻ കണ്ടു. നമ്മുടെ ഭഗവാന്റെ ഭക്തവാത്സല്യം നമുക്കറിയാം. അപ്പോൾ അതുപോലത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ ടോപ്പിക്കിലൂടെ. അപ്പോൾ അതിലെങ്ങനെയാണ് ഭഗവാൻ എന്നെ രക്ഷിച്ചത്. എനിക്കും വന്നായിരുന്നു കുറച്ച് അസുഖങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഭഗവാൻ രക്ഷിച്ച കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേഴ്സിങ്ങിൻ്റെ ജീവിതത്തെ പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നേഴ്സിംഗൊക്കെ പഠനം പൂർത്തിയായി. ഇനി എന്തെടുക്കും, ഇനി ഇങ്ങോട്ട് പോകും എന്നുള്ള ചിന്തയായി അടുത്തത്. അപ്പോൾ OETയും IELTS പഠിച്ച് പുറത്ത് പോകാനുള്ള കാശൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് നമുക്ക് ജോലി എടുക്കണം. അപ്പോൾ എല്ലാവരും ബോംബെ അല്ലെങ്കിൽ ഡൽഹി, ഇത് 2 ഓപ്ഷനാണ് മിക്ക കുട്ടികളും തിരഞ്ഞെടുത്തത്. കൂടുതൽ പേരും തന്നെ ഡൽഹിക്ക് പോയി. അപ്പോൾ എന്നെ ആരും ഡൽഹിക്ക് കൊണ്ടുവരും എന്നുള്ളൊരു ചിന്തയായിരുന്നു. എനിക്ക് ആരും ഇല്ലല്ലോ അവിടെ, എന്നെ ആര് കൊണ്ടുപോകും, ഞാൻ എങ്ങനെ പോകും എന്നോർത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കസിൻ ചേച്ചി അവിടെ ഉണ്ടെന്ന് അറിയുകയും ആ ചേച്ചി ലീവിൽ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ തിരിച്ചു പോകുന്ന സമയത്ത് ഞാനും ആ ചേച്ചിയുടെ കൂട്ടത്തിൽ തിരിച്ച് ഡൽഹിക്ക് പോകുന്നത്. അങ്ങനെ ഡൽഹിയിൽ വന്ന് ആദ്യമായിട്ട് ഞാൻ ഡൽഹിയിൽ എത്തിപ്പെട്ടു. അതിനുശേഷം ചേച്ചിക്ക് എന്നെ കൊണ്ടുപോകാൻ സമയമൊന്നും കിട്ടിയില്ല. കാരണം നേഴ്സുമാർക്ക് എപ്പോഴും തിരക്കായിരിക്കും. അപ്പം കൂട്ടത്തിൽ നമ്മൾ കൂട്ടുകളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവരെ കൊണ്ടു നടക്കാനൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തനിച്ചെങ്ങനെ, എനിക്ക് ഭാഷയും ഒന്നും അറിഞ്ഞുകൂടാ, ഞാൻ എങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ പോകും, എനിക്കൊരു കൂട്ട് വേണമല്ലോ എൻ്റെ ഭഗവാനെ, ഞാൻ എങ്ങനെ പോകും, അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തേക്ക് ഇരിക്കുമ്പോഴാണ് ഭഗവാൻ എനിക്കൊരു കൂട്ടായിട്ട് വേറൊരു ചേച്ചിയെ തന്നത്. ആ ചേച്ചിയും എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ജോലി വേറെ എവിടെയെങ്കിലും നോക്കുകയാണ്. അങ്ങനെ ഞാനും ആ ചേച്ചിയും കൂടി ഓരോരോ ഹോസ്പിറ്റലിൽ നടന്ന് ഇൻ്റർവ്യൂവിനൊക്കെ കൊടുത്തു. കുറേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ കൊണ്ടിട്ട കൂടുതൽ ബയോഡാറ്റ കൊണ്ടിട്ട കൂടുതൽ ഹോസ്പിറ്റലാണ് ഡൽഹിയിലെ ഫേമസ് ഹോസ്പിറ്റലായ, അതും ഭഗവാന് തന്നെ ഉള്ള ഫേമസ് ഹോസ്പിറ്റലായ സർ ഗംഗാറാം ഹോസ്പിറ്റലിൽ. അപ്പോൾ പല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് അങ്ങ് ഒരു ചെറിയ ഭയം പോലെയായിരുന്നു. കാരണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടത്തില്ല. കാരണം നമ്മളെ നാട്ടിൽ പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് ഇവർ വന്ന് ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പറയാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹിന്ദി അത്ര വശമില്ല, സംസാരിക്കാൻ അത്ര അറിയത്തൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മളെങ്ങനെ ഇവർ ചോദിക്കുമ്പോഴൊക്കെ പറയും. ഇംഗ്ലീഷും അത്ര വശമൊന്നുമില്ല സംസാരിക്കാൻ. അപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും അത്ര വശമില്ലാത്ത ഇവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എന്തുകൊണ്ടോ മനസ്സിന് ഭയങ്കരമായൊരു സുഖം അനുഭവപ്പെട്ടു. കാരണം പേരും ഭഗവാന്റെ പേരിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റൽ, രാം എന്ന പേര് ഭഗവാന്റെ പേരിൽ അതുകൊണ്ട്. പിന്നെ കാണാൻ അതിമനോഹരമായ ഒരു സ്ഥലത്താണ്. ഡൽഹി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര സിറ്റി അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഒരു കാടിന് നടുവിൽ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പം അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലത്താണ് എൻ്റെ ഹോസ്പിറ്റൽ ഇരുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ തോന്നി. ഈ ഹോസ്പിറ്റലാണ് എൻ്റെ ഹോസ്പിറ്റൽ, ഇവിടെ എനിക്ക് ജോലി കിട്ടും, എനിക്കൊരു കുറച്ച് വിശ്വാസം വന്നതുപോലെ തോന്നി. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. നല്ലപോലെ ഇൻ്റർവ്യൂ ഒക്കെ പറയാനൊക്കെ എനിക്ക് പറ്റി. അങ്ങനെ എനിക്കവിടെ ജോലി കിട്ടി. അങ്ങനെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞു. ആദ്യമൊക്കെ ദൂരെ 2-3 ബസ്സൊക്കെ മാറി കയറി വേണം അന്നത്തെ സമയത്ത്. ദൂരെ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഒത്തിരി ഇടിച്ചു കുത്തിയുള്ള ബസ്സിലൊക്കെ യാത്ര ചെയ്യും. ഭാഷ പോലും അറിയാത്ത സ്ഥലത്തൊക്കെ നമ്മൾ അത്രയും ദൂരം യാത്ര ചെയ്തൊക്കെ ഡ്യൂട്ടിക്ക് വന്നതൊക്കെ ഇപ്പോഴും ഒരു ഓർമ്മ മാത്രമാണ്. പിന്നെ അങ്ങനെ നല്ലപോലെ ഡ്യൂട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഭയങ്കരമായൊരു പനി, ഭയങ്കര ഷിവറിങ് ആയിട്ടുള്ളൊരു, നൈറ്റ് ഡ്യൂട്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പല സമയം പോയി കിടന്നു, ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലൊക്കെ പോയി കാണിച്ചു. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സമയം. അപ്പോൾ നൈറ്റിന് ഞാൻ പോയി ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു, മരുന്നൊക്കെ എടുത്ത് വീട്ടിലൊക്കെ പോയി.
പിറ്റേ ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു എന്നെ നാളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും വരണം, എനിക്ക് ഒട്ടും വയ്യ, എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി മാറ്റി വെച്ചൊരു ഓഫ് എടുത്തോ, ആരെങ്കിലും എൻ്റെ കൂട്ടത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ എണീറ്റപ്പോൾ ഞാൻ കണ്ടത് അവിടെ ആരുമില്ല. കാരണം എല്ലാവർക്കും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ മാത്രമുണ്ട്. അപ്പോൾ തീരെ ഒട്ടും വയ്യ എനിക്ക്. ഞാൻ പതുക്കെ എണീറ്റ് കുറേ ദൂരം പോകണം, നടന്ന് നടന്ന് വേണം ഹോസ്പിറ്റലിൽ പോകാൻ. അങ്ങനെ ഞാൻ ഒടുവിൽ ഹോസ്പിറ്റലിൽ വരെയൊക്കെ എത്തിപ്പെട്ടതിന് ശേഷം ആ സമയത്ത് ഡെങ്കുവിൻ്റെ ഭയങ്കര സീസൺ ചലിക്കുന്ന സമയമായിരുന്നു. കാരണം എല്ലാ പേഷ്യൻറ്റും ഡെങ്കു, പിള്ളേർക്ക് ഡെങ്കു, ഭയങ്കര ഡെങ്കുയുടെ സമയം. കാഷ്വാലിറ്റിയൊക്കെ മുഴുവൻ നിറഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞൊക്കെ ഈ സ്റ്റാഫുമാരൊക്കെ ചെല്ലുന്നത്. കൂടുതലുള്ള അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഓൾറെഡി പേഷ്യൻറ്റിനെ നോക്കി തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ് ഓരോ സ്റ്റാഫുമാർ ചെല്ലുന്നത്. അപ്പോൾ ഞാനന്ന് OPD കൊണ്ട് കാണിച്ചപ്പം എൻ്റെ BP 80/50. അപ്പം അത്രയും കുറഞ്ഞ BP ആയ കാരണം അവരെന്നെ കാഷ്വാലിറ്റിയിലോട്ട് റെഫർ ചെയ്തു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് ആരും ഇല്ലല്ലോ. അവർ പറഞ്ഞു കാഷ്വാലിറ്റി പോയി കാണിച്ച് അവിടെ കിടക്കുക, അപ്പോൾ ഞങ്ങൾ വന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2 ട്രിപ്പിനൊക്കെ എഴുതി എന്നെ കാഷ്വാലിറ്റിയിലോട്ട് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ എനിക്ക് തീരെ വയ്യ, നടക്കാൻ പോലും വയ്യായിരുന്നു. ഞാൻ കാഷ്വാലിറ്റി എത്തിയപ്പോൾ അവിടെ ഫുള്ളും ബെഡെല്ലാം ഫുള്ളാണ്, ഒരു ബെഡ് പോലും കാലിയില്ല. അപ്പോൾ സിസ്റ്റർമാരും ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഞാനൊരു സിസ്റ്ററിനെ കൂടെ കാണിച്ചു, ഇങ്ങനെ ട്രിപ്പിന് വേണ്ടിയൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മറ്റൊരു സിസ്റ്റർ അപ്പുറം പറയുന്നത് ഇങ്ങനെ കേട്ടു. ഒരു സിസ്റ്റർ ഇങ്ങനെ പറയണത് കേട്ടു, ഒന്നാമതെ ബെഡൊന്നും ഇവിടെ ഇല്ല, ഫുള്ളായിട്ട് കിടക്കുകയാണ്. ഈ കുട്ടികൾക്കൊക്കെ വീട്ടിൽ അത്യാവശ്യം വെള്ളവും മരുന്നൊക്കെ കുടിച്ചിരുന്നാൽ എന്തിനാണ് ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് വന്ന് കിടക്കുന്നത്, ഇവിടെ ബെഡ് പോലും ഇല്ല, എവിടെ കിടത്താനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം സിസ്റ്റേഴ്സ് ഓൾറെഡി എല്ലാം ഫുള്ളും തിരക്കിലാണ്. ഞാനൊരു സിസ്റ്ററാണ്, എനിക്ക് മനസ്സിലാവും സിസ്റ്റർമാരുടെ ഫീലിംഗ്. അപ്പോൾ ഒരു ബെഡ് പോലും കാലിയില്ല, അവരെന്നെ ഇവിടെ കിടത്താനാണ്. അപ്പോഴാണ് ഈ പനിയും പിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. മരുന്നൊക്കെ എടുത്ത് എനിക്ക് വീട്ടിൽ എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ, എന്തിനാണ് ഞാനിങ്ങോട്ട് വന്ന് ഇവരെ കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നി. അവിടെ കിടക്കാനും ഇടയില്ല, നിൽക്കാനും ഇടയില്ല, അത്രയ്ക്കും തിരക്ക്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഒരു വിധത്തിൽ നടന്ന് വീട്ടിൽ വരെ എത്തിപ്പെട്ടു. തിരിച്ച് വീട്ടിലെത്തിയ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ആരും സഹായിക്കാനും നോക്കാനും എന്നെ ഇല്ല. ഭഗവാനെ, എനിക്ക് ഹോസ്പിറ്റലും അവർ തിരക്കാണ്, അവിടെയും കിടക്കാൻ തന്നെ സ്ഥലം പോലും ഇല്ല, അത്രയ്ക്കും തിരക്കാണ്. ഡെങ്കുവിൻ്റെ ഭയങ്കര സീസണാണ്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് എന്ത് എടുക്കണം, എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥ. ഭഗവാനെ, നീ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ. അത് കാരണം ഭഗവാനെ, എന്നെ അങ്ങ് നോക്കിക്കോ. എനിക്ക് ഇനി ഒന്നും പറയാനില്ല. എനിക്ക് അങ്ങോട്ട് അങ്ങനെ വിളിക്കാൻ പോലുള്ള എൻ്റെ നാക്ക് പോലും പൊങ്ങുന്നില്ല. അത് കാരണം ഇനി അങ്ങ് എന്നെ നോക്കിക്കോ, ഞാൻ ആ കട്ടിലിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാനോട് അവൻ പറഞ്ഞ് പോയി കിടന്നു. കുട്ടികളോട് വിളിച്ച് പറയും, നിങ്ങൾ വരുമ്പോൾ കുറച്ച് IV ഫ്ലൂയിഡൊക്കെ എടുത്തുകൊണ്ട് വരണം, എനിക്ക് എന്നെ അഡ്മിറ്റ് ആക്കാൻ എനിക്ക് പറ്റിയില്ല, അത് കാരണം നിങ്ങൾ വരുമ്പോഴത്തേനും ട്രിപ്പൊക്കെ എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, IV ഫ്ലൂയിഡൊക്കെ എടുത്തുകൊണ്ട് വന്നു, എനിക്ക് ക്യാനിലൊക്കെ ഇട്ടു, അവർ ട്രിപ്പൊക്കെ വീട്ടിലൊക്കെ ഇട്ടൊക്കെ തന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ 2 ദിവസം ലീവ് എനിക്ക് ഇൻചാർജ് അറേഞ്ചൊക്കെ ചെയ്ത് തന്നു. 2 ദിവസം വീട്ടിലൊക്കെ കിടന്നു. അപ്പോൾ ഭഗവാനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. എനിക്ക് ഫുഡ് കഴിക്കാനോ ഒന്നും എനിക്ക് ശക്തിയൊന്നുമില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടി ഉള്ള ഭയങ്കര ഒരു ക്ഷീണവും വിറയലും പനിയൊക്കെ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ വീട്ടിൽ കിടന്നു. 2 ദിവസമൊക്കെ കഴിഞ്ഞ് ഏകദേശം ലീവൊക്കെ അത്രേ കിട്ടിയുള്ളൂ. തിരിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി കഴിഞ്ഞ് ഒരു മാസം അടുത്തായി കാണും. എനിക്കൊരു കോള് വന്നു. എന്നോട് ചോദിച്ചു, അക്ഷയ അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഇത് MCD ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് അഡ്മിറ്റ്, നിങ്ങൾ ഏത് ഭാഗത്താണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവർ കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അഡ്മിറ്റ് അല്ലല്ലോ, എനിക്ക് അസുഖമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഗംഗാറാം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലെറ്റർ ചെന്നിട്ടുണ്ട് MCD ഓഫീസിലേക്ക്, നിങ്ങൾക്ക് ഡെങ്കു ഫീവറാണ്, അത് അവിടെ നിങ്ങൾ വരുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾക്ക് മരുന്നൊക്കെ അടിക്കണം, അതിന് വേണ്ടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി മരുന്നൊക്കെ ഇവിടെ ഈ സ്ഥലത്തൊക്കെ അടിച്ചിട്ട് പോയി, ഞാൻ അഡ്മിറ്റ് അല്ല, എനിക്ക് 2 ദിവസം പനി വന്നു, അതിനുശേഷം ഞാൻ ടീക്കായി, ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വെച്ചു. അപ്പോഴാണ് ഞാൻ അന്ന് രാത്രി പനിച്ചപ്പോൾ ഞാൻ പോയി ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അന്നത്തെ ടെസ്റ്റ് ഞാൻ 1 മാസം കഴിഞ്ഞാണ് പോയി തുറന്നു നോക്കുന്നത്. അപ്പോഴാണ് കാണുന്നത് ഡെങ്കു പോസിറ്റീവ് എന്ന് ഞാൻ അറിയുന്നത്.
അപ്പോൾ ഈ ഡെങ്കു പേഷ്യൻസിനെ തന്നെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കുട്ടികളൊക്കെ എൻ്റെ കൺമുന്നിലൂടെ മരിച്ചു പോകുന്നു. ഡെങ്കുവിൻ്റെ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കുറഞ്ഞ് എൻ്റെ കൺമുന്നിൽ കിടന്നൊക്കെ മരിക്കുന്ന അവസ്ഥയും, കാഷ്വാലിറ്റിയിലും ഒത്തിരി പേരൊക്കെ മരിക്കുന്ന അവസ്ഥയും, ഡെങ്കു വഷളായി കൂടി ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഒത്തിരി പേഷ്യൻറ്റിനൊക്കെ ഒത്തിരി സീരിയസ് ആകുന്ന കണ്ടീഷനൊക്കെ എൻ്റെ കൺമുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തമായിട്ട് ഡെങ്കു ഫീവറും പിടിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് പോലും എടുക്കാതെ, ഒരു ആൻറ്റിബയോട്ടിക്കും ഒന്നും കഴിക്കാതെ ഞാൻ അതിൽ നിന്നും മുക്തയായെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം പേഷ്യൻസിനൊക്കെ സമയത്തിന് ആൻറ്റിബയോട്ടിക്കും ഒത്തിരി ഡ്രൈ ഫുഡൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ കിഡ്നി വരെ ഇത് കയറി പിടിക്കും. നമ്മുടെ ഫുൾ സിസ്റ്റവും ഈ ഡെങ്കു ഫീവർ കാരണം അത് തകരാറായി പോകും. അങ്ങനെയാണ് നമ്മൾ മരണത്തിലേക്ക് പോകുന്നത്, പ്ലേറ്റ്ലെറ്റൊക്കെ കുറഞ്ഞ്. അപ്പോഴാണ് ഞാൻ എൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയത്. ഞാൻ പിന്നെ എൻ്റെ ടെസ്റ്റിൻ്റെ പ്ലേറ്റ്ലെറ്റ് പോലും ഞാൻ ആദ്യത്തെ പ്രാവശ്യം വിട്ടതേ ഉള്ളൂ. അത് 121 കൗണ്ടായിരുന്നു. അതിൽ പിന്നെ ശേഷം ഞാൻ വിട്ടിട്ടേ ഇല്ല. അപ്പോൾ എന്നെ ആരാണ് രക്ഷിച്ചത്? കാരണം ഒരു മരുന്ന് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. 2 IV ഫ്ലൂയിഡ് മാത്രം ഇട്ടു. എനിക്ക് ആ സമയത്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ, എനിക്ക് കിഡ്നി ചെറുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊക്കെ തോന്നിയായിരുന്നു. കാരണം രാവിലെ ബാത്റൂമിൽ പോയാൽ പിന്നെ ഫുൾ ഡേ ഞാൻ പോകാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ പിറ്റേ ദിവസം പോയാലായി. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയൊക്കെ എനിക്ക് വന്നായിരുന്നു ഞാൻ അന്ന് കിടന്നപ്പം. പക്ഷേ എനിക്കത് 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജോലിയിലോട്ട് പിന്നെയും പ്രവേശിച്ചു. എൻ്റെ അസുഖം ഭഗവാനല്ലാതെ പിന്നെ ആരാണ് എനിക്ക് മാറ്റിത്തന്നത്? അപ്പോൾ എനിക്ക് ഭഗവാനോട് അന്ന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. ഭഗവാനെ, ഞാൻ വന്ന് അങ്ങയോട് ചോദിച്ചു, എന്നെ ആരും നോക്കാനില്ല, അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് ഞാൻ അങ്ങയോട് കരഞ്ഞു പറഞ്ഞു. അപ്പോൾ അങ്ങ് എന്നെ ഞാൻ ആ കിടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വേറെ എവിടെയല്ല കിടക്കുന്നത്, അങ്ങയുടെ മടിയിലാണ്, അങ്ങാണ് എന്നെ പരിപാലിക്കുന്നതെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. വീണ്ടും ഒരു അസുഖം വന്നതാണ്, ടൈഫോയിഡ് പിടിച്ച്. ഞാൻ തിരുപ്പതി പോയതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് വീണ്ടും ഒരു ടൈഫോയിഡ് പിടിക്കുകയും ഞാൻ നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. നാട്ടിൽ പോയ സമയത്തായിരുന്നു. അങ്ങനെ അവിടെ കുറേ നാളൊക്കെ കിടന്നു. പക്ഷെ എനിക്ക് എന്താണ് അസുഖമെന്ന് ടെസ്റ്റ് റിസൾട്ടൊന്നും വന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് നാൾ കിടന്നു. ഒരു 4 ദിവസം കൊണ്ട് 7 IV ക്യാനുലയൊക്കെ ഇടും. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഒന്ന് കുത്താൻ ചെല്ലുമ്പോഴേ പേഷ്യൻസൊക്കെ പറയും, സിസ്റ്ററെ നോക്കി കുത്തണം, ഇന്നലെ കുത്തല്ലേ ഉള്ളൂ, പിന്നെ ഇതിന് ഇന്ന് കുത്തണേ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയും. ഞങ്ങൾ സിസ്റ്റർമാരാണേലും ഞങ്ങൾക്കും വേദനകളും ഞങ്ങൾക്കും അസുഖങ്ങളൊക്കെ വരാറുണ്ട്. പെണ്ണിൻ്റെ അനുഭവമൊക്കെ ഞാൻ പറയും. 4 ദിവസം കൊണ്ട് 7 ക്യാനുല കുത്തിയ അനുഭവമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യരാണ്. അസുഖം വന്നാൽ നമ്മുടെ വെയിനും ഖരാബായി പോകും. ചീത്ത വെയിലിൽ ഒരു ദിവസം പോലും IV ഫ്ലൂയിഡൊന്നും ഓടത്തില്ല. പെട്ടെന്നൊക്കെ ചീത്തയാകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ പേഷ്യൻ്റൊക്കെ നമ്മൾ വഴക്ക് പറഞ്ഞാലും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾക്ക് അവർക്ക് ക്യാനിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കും കിട്ടാറുണ്ട് അനുഭവമൊക്കെ, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കിടന്ന് എനിക്ക് ടെസ്റ്റ് റിസൾട്ടൊന്നും പോസിറ്റീവായിട്ടൊന്നും വന്നില്ല. പിന്നെ ഞാൻ തിരിച്ച് ഡൽഹിക്ക് തന്നെ പോന്നു. ഒരു മാസത്തോളം ഞാൻ ഡ്യൂട്ടിക്ക് പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ ആണ് കോവിഡ് അങ്ങ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇവിടെ നമുക്കറിയാം, കോവിഡിൻ്റെ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ നേഴ്സുമാർക്ക് മാത്രം ഞങ്ങൾ വലിയ തല ഉയർത്തി പിടിച്ചൊക്കെ പോയ സമയമായിരുന്നു. കാരണം അപ്പോഴാണ് ഒരു നേഴ്സായിട്ടുള്ള ഒരു അഭിമാനം കൊണ്ട് ഈ ഡൽഹിയിലൂടെയൊക്കെ നടന്നത്. കാരണം നമ്മൾക്ക് മാത്രം വലിയ ബസ് വരുന്നു, നമ്മൾ കയറിപ്പോകുന്നു. അതൊക്കെ കാരണം ബാക്കിയുള്ളവർക്കൊന്നും ജോലിയില്ലാതൊക്കെ ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നേഴ്സുമാർ മാത്രമല്ല, മെഡിക്കൽ പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള പോലീസുകാർ, അങ്ങനെയുള്ളവർക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റിയത് ഏറ്റവും ആത്മാർത്ഥതയും ആത്മാഭിമാനവും തോന്നിയൊരു കാര്യമാണ്. എല്ലാവരും നമ്മളെ റെസ്പെക്റ്റോടു കൂടി നോക്കി. ഇതൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷമായ കാര്യമായിരുന്നു. അല്ലെങ്കിൽ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ വേലക്കാരെ പോലെയൊക്കെ അവർ നോക്കുന്നു, വലിയ റെസ്പെക്റ്റും തരാറൊന്നുമില്ല. പക്ഷേ കോവിഡ് കഴിഞ്ഞതോടുകൂടി നമുക്കൊരു റെസ്പെക്റ്റൊക്കെ കിട്ടി, നമുക്കൊരു വിലയൊക്കെ നമ്മുടെ സമൂഹത്തിൽ കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് അന്നേരം തോന്നിയത്. അപ്പം അന്നേരം ബസ് കയറിയൊക്കെ ആണ് ഡ്യൂട്ടിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്കെന്തോ ഒരു ചെറിയ ഒരു പ്രാവശ്യം കോവിഡ് വന്നു, ഒന്നല്ല മൊത്തം 3 പ്രാവശ്യം കോവിഡ് വന്നു. അതിനുശേഷം എനിക്ക് ആ സമയത്ത് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടും പനിയൊക്കെ വീണ്ടും വരുന്നപോലെ തോന്നി. എനിക്ക് ഒട്ടും വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ എങ്ങനെ പോകും? ഈ സമയത്ത് വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ആംബുലൻസ് അപ്പോൾ വിളിച്ച് പറഞ്ഞ പോലീസുകാർ നമുക്ക് ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് ഞാൻ കുട്ടികളൊക്കെ ഉള്ള കാരണം ഞാൻ ഹസ്ബൻഡിനെയും കുട്ടികളെയൊക്കെ വീട്ടിലിരുത്തി ഞാൻ തന്നെത്താൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ മെട്രോ സ്റ്റേഷൻ കുറേ ദൂരം പോകണം, മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇരുന്നു. ഒരു മണിക്കൂറോളം ഞാൻ ആ മെട്രോ സ്റ്റേഷനിൽ ഇരുന്നിട്ടും പനി പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്.
ഇരുന്നിട്ടും ഒരു ആംബുലൻസും ഒന്നും വന്നില്ല. പോലീസുകാർ കുറേ പ്രാവശ്യം ഞാൻ വിളിച്ച് ചോദിച്ചു. അവരിപ്പം വരാം ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു ആംബുലൻസും വന്നില്ല. ഞാൻ 1 മണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് ഞാൻ വീട്ടിലോട്ട് തിരിച്ച് നടന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ആംബുലൻസും വന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേറൊരു ചേട്ടൻ എങ്ങനെയോ അറേഞ്ച് ചെയ്ത് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരികയും ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ പോയി കുറച്ച് കോവിഡ് പേഷ്യൻ്റ് കൂട്ടത്തിൽ രാത്രി മുഴുവൻ ഒബ്സർവേഷൻ കിടന്നിട്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ആരും വാങ്ങിച്ചു തരാനില്ല, ആരും വാങ്ങിച്ചു തരത്തുമില്ല. കാരണം ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ പുറത്തുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊണ്ട് തരും. പക്ഷേ കോവിഡ് ആയിരുന്നു ഭയങ്കര റെസ്ട്രിക്ഷനാണ്. ആരെയും കയറ്റിവിടത്തില്ല, ആരെയും ആ ഏരിയ ഫുള്ള് റെസ്ട്രിക്റ്റഡ് ആയിട്ട് വെച്ചേക്കുന്ന സമയമാണ്. അപ്പോൾ ബിൽഡിങ്ങിന് രണ്ടായിട്ട് തിരിച്ചു. കോവിഡ് പേഷ്യൻറ്റിനെ ഒരു സൈഡിലും അല്ലാത്ത നോർമൽ കേസുകളെയൊക്കെ വേറൊരു സൈഡിലും. അങ്ങോട്ട് നിന്ന് ആർക്കും എൻട്രൻസും പ്രവേശനമൊന്നും കൊടുക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വിശന്ന് കിടന്നു. എൻ്റെ വെള്ളം എല്ലാം തീർന്നു പോയി. ഒരു ടൈഫോയിഡൊക്കെ ഇട്ടു. രാവിലെ വന്നു റിസൾട്ട്. എനിക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകണം എങ്ങനെയെങ്കിലും. അപ്പം ഇവിടെ നോക്കാൻ ആരും ഇല്ലല്ലോ, കൂടെ ആരുമില്ല. അപ്പോൾ എന്തെടുക്കും? എനിക്ക് കോവിഡ് ആണോ എനിക്ക് വേറെ വല്ല അസുഖമാണോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ നോക്കിയിരുന്ന് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ടൈഫോയിഡ് എനിക്ക് വീണ്ടും ആദ്യമൊന്നും വന്നു, എനിക്ക് വീണ്ടും പോസിറ്റീവാണ്. ടൈഫോയിഡ് പോസിറ്റീവായിട്ട് എനിക്ക് റിസൾട്ട് വന്നു. പക്ഷേ കോവിഡിൻ്റെ റിസൾട്ട് വരാത്ത കാരണം മറ്റേ ബിൽഡിങ്ങിലോട്ട് എനിക്ക് എൻട്രൻസ് കിട്ടിയില്ല. ഞാൻ ഒരു വിധത്തിൽ ഡോക്ടറിൻ്റെ കാലൊക്കെ പിടിച്ച് പറഞ്ഞു. അങ്ങനെ അവർ ഒരു ഡോക്ടറിനെ കാണുകയും എനിക്ക് കുറച്ച് അഡ്മിറ്റ് ആക്കാൻ പറ്റില്ല. കോവിഡ് റിസൾട്ട് വരാത്ത കാരണം എന്നെ മറ്റേ ബിൽഡിങ്ങിലോട്ട് അഡ്മിറ്റ് ആക്കാൻ അവർക്ക് സാധിക്കില്ല. നെഗറ്റീവ് വന്നാൽ മാത്രമേ ഉള്ളൂ മറ്റേ ബിൽഡിങ്ങിൽ കയറ്റി. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ വീട്ടിൽ പൊക്കോളാം, എനിക്ക് മരുന്നുകൾ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓറൽ മെഡിസിനൊക്കെ എഴുതി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി അവിടുന്ന് ഞാൻ ഇറങ്ങി. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് 1.5 ദിവസത്തോളമായി. വെള്ളവും തീർന്നു. എനിക്ക് അങ്ങോട്ടോട്ട് കയറി എങ്ങും വെള്ളമൊന്നും എടുക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. നമുക്കെങ്ങും പോയി ആരോടും എനിക്ക് ഒന്നാമത്തെ എൻ്റെ അവസ്ഥ ഒട്ടും വയ്യ. എനിക്ക് അവരുടെ സഹായം ചോദിക്കാൻ നമ്മുടെ അടുത്തോട്ട് ആരും വരാൻ പോലും പറ്റത്തില്ല. കാരണം എല്ലാവരും സിസ്റ്റർമാരെല്ലാം മറ്റേ കോവിഡിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന സമയമാണ്. പേഷ്യൻസ് ഒന്നും ആരും നമ്മുടെ അടുത്തോട്ട് വരത്തില്ല. കാരണം കോവിഡാന്ന് വിചാരിച്ച് ആരും നമ്മുടെ അടുത്തോട്ട് വരുന്നില്ല. ഞാൻ ആ പാർക്കിൽ പോയി. നല്ല പനിയുണ്ട്, 101 ഡിഗ്രി പനിയാണ്. പനിയും വെച്ച് ഞാൻ എനിക്ക് നല്ല ഷിവറിങ്ങും ഉണ്ട്. അപ്പം നല്ല ചൂടുള്ള വെയിലുണ്ട് ആ സമയത്ത്. അപ്പം ഞാൻ ആ വെയിലത്ത് പോയി ഞാൻ പാർക്കിൽ പോയി ഒരു ബെഞ്ചിൽ പോയി കിടന്നു. അപ്പം നല്ലൊരു സുഖം തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞു ഭഗവാനെ കണ്ടോ, എനിക്ക് വീണ്ടും അസുഖം വന്നു. പക്ഷേ എന്നെ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ. കോവിഡ് കാരണം എന്നെ അഡ്മിറ്റ് പോലും ആക്കാൻ പറ്റുന്നില്ല, കാരണം റിസൾട്ട് വന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യവും ഭഗവാനെ നോക്കുക. കാരണം എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റുന്നില്ല, എൻ്റെ നാവ് കുഴഞ്ഞു പോകുകയാണ്. എനിക്ക് ഓർമ്മയുള്ളപ്പോഴെല്ലാം അങ്ങനെ ഞാൻ സ്മരിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മ എൻ്റെ പതുക്കെ മറഞ്ഞു പോണ പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഭഗവാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങ് തന്നെ എന്നെ നോക്കണം. കാരണം എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുന്നവർ തന്നെ മാറി നിൽക്കരുത് കേട്ടോ. ഭഗവാനെ എന്നെ സമർപ്പിച്ച് ഞാൻ അവിടെ കിടന്നു. ഞാൻ ആ വിളിച്ച ആംബുലൻസ് തന്നെ വീണ്ടും വിളിച്ചാൽ അദ്ദേഹം വന്നു. അങ്ങനെ ആംബുലൻസിൽ കിടന്ന് ഒരു രോഗി തന്നെത്താൻ ആംബുലൻസിൽ പോയി കയറി കിടന്ന് വീട്ടിലോട്ട് തിരിച്ച് ചെന്നു. അങ്ങനെ വീട്ടിൽ കിടന്നൊരു 14 ദിവസം ലീവൊക്കെ കിട്ടി. അങ്ങനെ ഓറൽ മെഡിക്കേഷനൊക്കെ കഴിച്ച്. അപ്പോൾ ഹസ്ബൻഡ് ഈ 2 കുട്ടികളെയും കൂടെ ഒത്തിരി ബുദ്ധിമുട്ടി. ആ സമയത്ത് എന്നെയും നോക്കണം, പിള്ളേരെ നോക്കണം, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ ആ ഓറൽ മെഡിക്കേഷൻ കഴിച്ച് ഒരു വിധത്തിലൊക്കെ പതുക്കെ ടീക്കായി. പിന്നെ പൂർണ്ണ ആരോഗ്യവതിയായി ഡ്യൂട്ടിക്കൊക്കെ തിരിച്ചു കയറി. അപ്പോൾ ഡെങ്കു, ടൈഫോയിഡ് എന്നൊക്കെ പിടിച്ച് പേഷ്യൻസൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവരെ ഞങ്ങൾ ഒത്തിരി കരുതലോടെയാണ് നോക്കുന്നത്. അവർക്കൊട്ടും വയ്യാത്ത അവസ്ഥയാണ്. ആൻറ്റിബയോട്ടിക്കൊക്കെ സമയത്തിന് കൊടുത്ത് ഒത്തിരി ഫ്ലൂയിഡ്സും കാര്യങ്ങളും സമയത്തിന് ടെസ്റ്റൊക്കെ വിട്ട് അങ്ങനെയാണ് ഞങ്ങൾ അവരെ നോക്കുന്നത്. പക്ഷേ ഇത്രയും അസുഖങ്ങളൊക്കെ വന്നിട്ടും ഒരു ട്രീറ്റ്മെൻറ്റും നേരെ ചൊവ്വ എടുക്കാതെ എന്നെ ആരാണ് പരിപാലിച്ചത്? നിങ്ങൾ തന്നെ പറ. അത് ഭഗവാനല്ലേ? കാരണം 2 പ്രാവശ്യം അസുഖം വന്നിട്ട് ഞാൻ വീട്ടിലാണ് കിടന്നത്. അപ്പോൾ എന്നെ ഭഗവാനല്ലാതെ ആരാണ് വന്ന് നോക്കിയത്? അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഭഗവാൻ നമ്മളെ നോക്കാൻ വരാറുണ്ടെന്ന്. കാരണം നമുക്ക് ആരും ഇല്ലെങ്കിലും ഭഗവാൻ നമ്മളെ തുണയ്ക്കാൻ എത്താറുണ്ട്. നമ്മളതിന് അഡ്മിറ്റ് പോലും ചെയ്യേണ്ട, ഡോക്ടർമാർ വേണ്ട, അദ്ദേഹമാണ് ഏറ്റവും വലിയ ഡോക്ടർ. ആ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ ഇനി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഭഗവാന്റെ ആ കൃപ ഉണ്ടെങ്കിൽ
അദ്ദേഹത്തെ നമുക്ക് തുണയ്ക്കെത്തും. നമ്മുടെ അസുഖം പൂർണ്ണമായിട്ടും മാറി നമുക്കിപ്പോൾ ഇപ്പോൾ ക്യാൻസർ വന്നാലോ പൂർണ്ണമായിട്ടും ക്യൂറായി നമ്മൾ ടീക്കാവുന്നു. അത് നമ്മുടെ കർമ്മഫലം അനുസരിച്ചിരിക്കുക. നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ തുണ നമ്മുടെ കൂടെ കാണും. നമ്മളെ നമ്മുടെ ആ ക്ഷീണത്തിൽ നിന്നും നമ്മുടെ സ്ഥാനത്ത് നമ്മൾ സഹനമായിട്ട് നമ്മുടെ കൂടെ കാണും ഭഗവാൻ. നമ്മൾ രക്ഷിക്കാൻ എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അതറിയാം, ഓരോ ഭക്തർക്കും അറിയാം അവരുടെ അനുഭവങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ചെറിയ അനുഭവം ഞാൻ ഈ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഭഗവാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ലേ നിങ്ങൾ രക്ഷിക്കാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലും. അതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം. ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. എല്ലാവർക്കും ഹരേ കൃഷ്ണ.